ഒരു കാര്യം വ്യക്തമാണ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ഉയരുന്ന ആക്ഷേപം അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കണ്ണൂരെ രാഷ്ട്രീയ തടവുകാരെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് വലിയ ക്രൈം കേസിൽപ്പെട്ട രാഷ്ട്രീയ ക്രൈമുകളിൽപ്പെട്ട പലരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു എന്ന വാർത്ത മുമ്പും പലവട്ടം വന്നതാണ്. പോലീസ് റിപ്പോർട്ടിലും ഇതുമുണ്ടായിരുന്നതാണ്. ഇത് തന്നെയാണ് അവിടെ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് പദ്ധതി ഒരുക്കിയത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ആരാണ് ഗോവിന്ദചാമിക്ക് മൊബൈൽ ഫോൺ നൽകിയത്? ഗോവിന്ദചാമിയെ സഹായിക്കുന്ന ജയിലിന് പുറത്തുള്ള വ്യക്തി ആരാണ്? ഗോവിന്ദചാമിയെ സഹായിച്ച സഹതടവുകാർ ആരൊക്കെ? എന്തൊക്കെയായിരുന്നു ഗോവിന്ദചാമിയുടെ പദ്ധതികൾ? പാലക്കാടുള്ള ആ വ്യക്തി ആര്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുമായിരുന്നു. ആരാണ് മൊബൈൽ ഫോൺ ജയിലിനകത്ത് നൽകിയത്? ജയിൽ അധികൃതരുടെ പിന്തുണയില്ലാതെ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം കൂടിയാണ്. കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, നേരത്തെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. രാഷ്ട്രീയ തടവുകാർ, ഈ രാഷ്ട്രീയ ക്രൈമുകളിലൊക്കെ പെട്ടവരൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അവർക്ക് യഥേഷ്ടം കഞ്ചാവും മൊബൈൽ ഫോണുകളും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരിടമായി കണ്ണൂർ മാറിയിട്ടുണ്ട് എന്നത് ആക്ഷേപം ഉള്ളതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് അതുതന്നെയാണ്. മൊബൈൽ ഫോൺ ആരുകൊണ്ട് കൊടുത്തു? ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ടോ? അവർ ഇത് കണ്ടില്ലേ? പുറത്തുള്ള സഹായി ആരാണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതരമായ പിഴവ് പറ്റി എന്നത് പോലീസ് തന്നെ അംഗീകരിക്കുന്നു. അതല്ലേ ഈ റിമോണ്ട് റിപ്പോർട്ടിൽ തന്നെ ഇത് ഉൾപ്പെടുന്നത്? തീർച്ചയായും ഇതിലും അപ്പുറം കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ വരാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം കിടക്കുന്നത്. ഏതായാലും ഇതിൽ പോലീസ് അന്വേഷണം ഈ കൃത്യമായി ഗോവിന്ദചാമിയെ കുരുക്കുമുറുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ജയിൽ ചാട്ടം ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല ഇത്തരം കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിൽ, ഇതിന്റെ പ്രത്യേക ജയിലിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. CCTV ക്യാമറകൾ ഉണ്ടായിട്ടും അത് നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിൽ വീഴ്ചകൾ അക്കമിട്ട രീതിയിൽ നിരത്തി ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് വേണം സാഹിത്യ പറയാൻ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കണ്ടെത്തലുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. ആരാണ് ഇയാൾക്ക് മൊബൈൽ ഫോൺ നൽകിയത്? ഇനി ഉദ്യോഗസ്ഥ സഹായത്തോടു കൂടിയാണോ ഇത്തരത്തിൽ ജയിലിനകത്തേക്ക് മൊബൈൽ ഫോൺ നൽകിയത്? അതല്ല മറ്റ് സഹതടവുകാർ, സന്ദർശകരായി എത്തുന്നവർ മൊബൈൽ ഫോൺ കൈമാറുന്ന സാഹചര്യമുണ്ടോ? ഇത്തരം സുഖ സൗകര്യങ്ങളെല്ലാം ഈ ജയിലിൽ ലഭിക്കുന്നുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കൃത്യമായി 1.5 മാസത്തെ പദ്ധതിയാണ് ഇത് ആസൂത്രണമാണ് ഈ ഒരു സംഭവത്തിനായി എടുത്തത്. അങ്ങനെ 1.5 മാസത്തോളം ഇയാൾക്ക് ഇതിന് സെല്ലിനകത്ത് തുണി, അതുപോലെ ബ്ലേഡ് ഇതെല്ലാം സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതൊന്നും ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഏതായാലും ഗുരുതരമായ വീഴ്ച ഇവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇയാളെ പിടികൂടിയിട്ട്. അപ്പോഴും ഇതിൽ ഒരു യഥാർത്ഥ വസ്തുത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ലഹരി ഉപയോഗം സംബന്ധിച്ച് നേരത്തെയൊക്കെ വാർത്തയായതാണ്. മൊബൈൽ ഫോൺ ഉപയോഗം സംബന്ധിച്ച് നേരത്തെയൊക്കെ വാർത്തയായാണ്. പക്ഷേ ഒരു കൊടും കുറ്റവാളിയായ ഈ ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ നൽകുക അത് അപകടകരമാണ്. കാരണം പുറത്ത് വലിയൊരു കവർച്ച ഇയാൾ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ നൽകിയ മൊഴികളെല്ലാം പൂർണ്ണമായും പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇയാൾ പറഞ്ഞത് ഈ ജയിലിൽ നിന്നും തനിക്ക് മാറ്റം വേണം, ജയിൽ ചാട്ടം അതിന് വഴിയൊരുക്കുമെന്നാണ്. അത് പോലീസ് വിശ്വസിക്കുന്നില്ല. പുറത്ത് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഇയാൾക്ക് സഹായിയായി ആളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷെൽബൻ എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരാളുമായാണ് ഇയാൾ സംസാരിച്ചിരുന്നത്. എന്താണ് ഷെൽബനുമായി ഇയാൾ പദ്ധതിയിട്ടത്? എവിടെയാണ് ഇയാൾ ഇത്തരത്തിൽ വലിയ കവർച്ച പദ്ധതിയിട്ടത്? കൃത്യമായി കവർച്ച നടത്താൻ വേണ്ടി തന്നെയാണ് ഇയാൾ ജയിൽ ചാടിയെന്ന ഒരു നിഗമനം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിനകത്തുണ്ട്. കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്താനുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. നിലവിൽ PDPP ആക്ടാണ് പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള, ഈ ജയിലിന്റെ അഴിമുറിച്ചതിനുള്ള വകുപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നേരത്തെ ജയിൽ ചാട്ടത്തിന് മാത്രമായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ PDPP ആക്ട് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നു. ജയിൽ ചാട്ടം എന്നത് വെറും 6 മാസം മാത്രം തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, ഇക്കാര്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വീഴ്ചകൾ മുമ്പും പലവട്ടം വാർത്തകൾ വന്നതാണ്. ഏറ്റവും ഒടുവിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മെയ് മാസം അവസാന സമയത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 2 സ്മാർട്ട് ഫോണുകൾ പിടികൂടിയിരുന്നത്. അവിടെ ജാമറുകൾ സ്ഥാപിക്കുന്നു, പല നടപടികൾ ഉണ്ടായിട്ടും ഇതെല്ലാം മറികടന്നുകൊണ്ട് സെൻട്രൽ ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗം യഥേഷ്ടം നടക്കുന്നു. ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഗോവിന്ദചാമി മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന കാര്യം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ജയിലിലെ ഗുരുതര പിഴവുകൾ പുറത്തു വരികയാണ്.
സ്ഥിരമായിട്ട് കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മദ്യം, മയക്കുമരുന്ന്, അതേമാതിരി തന്നെ സുഭിക്ഷമായ ഭക്ഷണം, മൊബൈൽ ഫോൺ ഉപയോഗം, അതുപോലെ തന്നെ വീഡിയോ കാണലും ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനെ അവിടെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവിടെ തടവുകാരാണ് അവിടുത്തെ ഭരണാധികാരികൾ. അപ്പൊ തടവുകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന നേതൃത്വം രാഷ്ട്രീയമായിട്ടും അല്ലാത്തതുമായ നേതൃത്വം അവിടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം അവിടുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനത്തിന്റെ ഉപരി ഉദ്യോഗസ്ഥന്മാരും ജയിൽ പുള്ളികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു നെക്സസ് അല്ലെങ്കിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അവിടെ എന്താ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പല ആളുകളും ചാടിപ്പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ മുമ്പും ഏതാണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് തന്നെ ഏതാണ്ട് 6ഓളം ജയിൽ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കാര്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് അവരെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കും. അവർക്കെല്ലാം സംരക്ഷണവും കൊടുക്കും. പിന്നെ അവരെ സംബന്ധിച്ചറിയാം ഇത് ഇത്രയൊക്കെ വരാനുള്ളൂ. ഇത് അനുഭവിക്കാൻ തയ്യാറുള്ളവരാണ് അവരുടെ സഹചാരികളായിട്ട് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ആവർത്തിച്ച് വരുന്നത്. അത് ഇനിയും ഈ തുടരാതിരിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അല്പ ഭരണമാറ്റം ഉള്ളപ്പോൾ ചെറിയ വ്യത്യാസം, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഭരണം സ്ഥിരമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേരിൽ അവിടുത്തെ ക്രിമിനലുകൾ തന്നെയാണ് ആ ജയിലിൽ സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും അറിയാം. അത് മുൻ ആഭ്യന്തരമന്ത്രിമാർ ഏത് കക്ഷിയിലുള്ള ആളുകളും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാം. ഇനി ജയിൽ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാലും മനസ്സിലാകാം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നല്ലൊരു വിഭാഗക്കാർക്ക് അതറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് സഹായികളായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഈ ദുരവസ്ഥ മാറുമെന്ന് പ്രത്യാശിക്കേണ്ട. അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ കാണാം. അത് മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നാളെ ഇനി എന്ത് സംഭവിക്കുമെന്നോ എന്നതിൽ ആശങ്കയൊന്നും വേണ്ട. ഇത് തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഈ മൊബൈൽ ഫോൺ പരിശോധനയിൽ കുറേ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നു. ഇത് ആരെ എങ്ങനെ കൊണ്ട് കൊടുക്കുന്നു എന്ന ചോദ്യം. വലിയ CCTV സംവിധാനമുണ്ട്. ഇതിനപ്പുറം ഈ മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സപ്പെടുത്താൻ അവിടെ ജാമറും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാമർ പോലും അവിടെ ഉപ്പ് ഇട്ട് അത് കേടാക്കാൻ ശ്രമം നടത്തുകയായും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതായത് ഒരു രാഷ്ട്രീയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു വിൽ പവർ ഇക്കാര്യത്തിൽ കാട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവിടെ ജാമറിനെ ജാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ. അവിടെയുള്ള അത് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്തു കൊടുക്കും. അതല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളെ സ്വാധീനിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കുറെ സമയം കഴിയുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വയം ജാമായി പോകുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഒരു വലിയൊരു നെക്സസ് ആണ്. അതായത് എല്ലാവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ സ്വാധീനത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ സാധിക്കുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട. അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇവിടെ നമുക്കറിയാം ഏതെങ്കിലും തടവുകാരെ, രാഷ്ട്രീയ തടവുകാരെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് മാറ്റി മറ്റ് ജയിലുകളായി കഴിഞ്ഞാൽ അവരെ സ്വാധീനിച്ച് വീണ്ടും അവിടെ തന്നെ വരുന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കേസിലുണ്ടായി. TP കേസിലായാലും അതേമാതിരിയുള്ള രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്ന